ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പൂവനെ കുറിച്ചാണ്. ചിലർക്കു പൂവൻ പഴം, ചിലർക്കു പൂവൻ കോഴി, നമുക്ക് പൂവനാ. ഈ സ്ലോ മോഷനൊക്കെ കണ്ടു മടുത്തു, അഭിനയിക്കാൻ അറിയില്ല. സ്വാഗാണോ അത് ഒട്ടുമില്ല, ഓറ തപ്പിയാൽ കിട്ടുകയുമില്ല. എന്നിട്ടും എങ്ങനെ ഇയാൾ സൂപ്പർ സ്റ്റാറായി? പകുതി സിനിമയും റീമേക്കാണ്. ഈ പടം നമ്മുടെ വിജയണ്ണന്റെ തെരി സിനിമയുടെ കോപ്പിയാ. അതിൽ ഈ പൂവൻ കുറച്ച് ചാണകവും കുറച്ച് ജയ് ശ്രീരാമും കുറച്ച് ഭാരത് മാതാക്കിയും കുറച്ച് തീവ്രവാദികളെയും കൂടി കലക്കി മിക്സ് ചെയ്തപ്പോ ഈ പടായി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പടം തുടങ്ങുന്ന ഒരു കാട്ടിൽ കുറച്ച് ആൾക്കാർ ആനക്കൊമ്പെടുക്കാനായിട്ട് വരും. അപ്പൊ ആനേനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു പൂവൻ വരും. പിന്നെ അവിടെ വെച്ച് ഈ പൂവന്റെ മാസ് കണ്ടിട്ട് അവിടുത്തെ ഒരു സ്കൂൾ മാഷ് അവനെ മോനായിട്ട് കണ്ടിട്ട് അവനൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കും. പൂവനാണെങ്കിൽ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മൂപ്പര് സ്കൂളിലേക്ക് പോവും. പിന്നെ ആ സ്കൂളിൽ വെച്ചിട്ട് ഉച്ചകഞ്ഞി വിളമ്പണ ചേച്ചിനെ കാണുമ്പോൾ അവൻ അമ്മയെന്ന് വിളിക്കും. പിന്നെ കുറെ നേരം തള്ളപ്പാസം. പാടാൻ പറഞ്ഞാൽ ചൂലെടുത്തോടിക്കും എന്റെ അമ്മ. പിന്നെ ഉച്ചകഞ്ഞി വെക്കുന്ന ചേച്ചീനെ അവിടെയുള്ള ഒരു ഡൂഡ് വെറുതെ തല്ലും. ഇത് കാണുമ്പോ നമ്മുടെ കുഞ്ഞിപ്പൂവന് ദേഷ്യം കയറിയിട്ട് അവനെ അങ്ങ് ഇടിച്ചു കൂട്ടും. പിന്നെ ഇവൻ തല്ലെന്താ സ്കൂൾ മാഷ് കണ്ടിട്ട് ഇവനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട്, എടാ നീ കുഞ്ഞിപ്പൂവനല്ലടാ ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവനെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പേരിടും. പിന്നെ ഈ മാഷിന്റെ ഇജാതി പെർഫോമൻസ് കണ്ടിട്ട് അവാർഡ് കൊടുക്കാനായിട്ട് PM അങ്ങോട്ട് വരും. मेरे प्यारे दरवासियों, तू എന്റെ മേരെ കൂടെ വായു, मैं तुमसे CM करूंगा. പിന്നെ PM ആ മാഷിനും കൊണ്ട് കാട്ടിക്ക് പോവും. അതിനൊന്നല്ല, ആള് CM ആവണെങ്കിൽ എന്റെ കൂടെ വരാനായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ ആള് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോവും. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പൂവൻ വളർന്ന് വലുതായിട്ട് ഒരു കിളവൻ പോലീസ് ആവും. എന്നിട്ട് ഒരു അമ്പലത്തിൽ കുറച്ച് ആള് തല്ലുണ്ടാക്കുന്ന സമയത്ത് അവന്മാരൊക്കെ ഇടിച്ചു കൂട്ടും. ചിലർക്കു പൂവൻ പഴം, ചിലർക്കു പൂവൻ കോഴി, നമുക്ക് പൂവനാ. അല്ല പോവാതെ ഈ ആൾക്കാരൊക്കെ വെട്ടി നുറുക്കി മോഡിഫൈ ചെയ്ത ജീപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേസാവില്ലേ? എടാ പോടാ, നിയമങ്ങളൊക്കെ തെറ്റിക്കാനുള്ളതല്ലേടാ. നിയമത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നോക്കാം. പിന്നെ പൂവൻ അമ്പലത്തിൽ തല്ലുണ്ടാക്കിയ മെയിൻ വില്ലന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് വെച്ച് വെടിവെച്ച് കളിക്കും. ഇതെന്ത് തോക്ക്? പൊട്ടത് പൊട്ടോന്നാ പൊട്ട രക്തം ചീന്തും. യു വാണ്ട് ടു സീ? യാ, രക്തം ചീന്തട്ടെ. പിന്നെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് മെയിൻ വില്ലൻ ഇറങ്ങി വന്നിട്ട്, എടാ പൂവൻ കോഴി വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ വല്ല കോഴിക്കടയിൽ കൊണ്ടുപോയി ഇതിന്റെ അറക്കുന്ന് പറയും. അത് കേൾക്കുമ്പോ നമ്മുടെ പൂവൻ കോഴി അവിടെ നിന്ന് പോവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മെയിൻ വില്ലന്റെ മൂത്ത മോൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഡ്രഗൊക്കെ മണപ്പിച്ചിട്ട് അവിടെ ഷോ കാണിക്കും. ഇവന്റെ ഈ ഷോയൊക്കെ കണ്ടിട്ട് പൂവന് ദേഷ്യം കയറിയിട്ട് അവനെങ്ങ് സ്ക്രാച്ച് ഇടും. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആയിത്തരുമയുടെ വഴി. ഉടായിപ്പ് കളിക്കല്ലേ, പണി പാളും. കീപ് ഇൻ മൈൻഡ്. പിന്നെ ഈ പടത്തിലെ വില്ലന് തീവ്രവാദികളായിട്ട് കണക്ഷനുണ്ട്. ആള് തീവ്രവാദികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രയിൽ ഒരു കോളനി വരെ പണിത് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യമൊക്കെ നമ്മുടെ പൂവൻ അറിഞ്ഞിട്ട് ആ കോളനി പോയിട്ട് അവിടുന്ന് ഒരു തീവ്രവാദിനെ എടുത്തോണ്ട് പോരും. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. നിങ്ങൾ ചോക്കി തീവ്രവാദികളുടെ കോളനി ചെന്നിട്ട് ഇമാതിരി ഷോ കാട്ടിയിട്ട് നമ്മുടെ പൂവൻ കോഴീന് ഇവരൊന്നും ചെയ്യാത്ത എന്താന്ന്? കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ പൂവന് ആ പഞ്ചായത്തിൽ 2 തീവ്രവാദികൾ വന്നിട്ടുണ്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടും. എന്നിട്ട് അവനെ പൊക്കാൻ പോകുന്ന സമയത്ത് അവൻ ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോവും. പിന്നെ ആ തീവ്രവാദി ലീല ചേച്ചിയുടെ റൂമിൽ കയറിയിട്ട് കൂട്ടുകാരിയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പൊ അങ്ങോട്ട് പൂവൻ വന്നിട്ട് അവളെ അങ്ങ് രക്ഷിക്കും. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. പിന്നെ ലീല ചേച്ചിക്ക് FMലെ ജോലി. എന്നിട്ട് തീവ്രവാദിനെ പിടിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തള്ളും. എന്നിട്ട് നമ്പറും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് തീവ്രവാദി വിളിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് വാണിയും. ഞാൻ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മളത് എല്ലാവരും അറിയട്ടെ. അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി. കൃത്യമായിട്ട് എത്താൻ പറ്റും.
പിന്നെ പണിപ്പാളിന്ന് മനസ്സിലായിട്ട് ലീല ചേച്ചി പൂവന്റെ അടുത്ത് പോയിട്ട് പ്രൊട്ടക്ഷൻ ചോദിക്കും. എന്നിട്ട് ഈ പല്ല് കൊഴിയാറായിട്ടുള്ള അപ്പൂപ്പൻ പൂവനെ കണ്ടിട്ട് ലീല ചേച്ചിക്ക് ക്രഷ് അടിക്കും. അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. പിന്നെ ഇവിടെ നടന്നു പോണ സമയത്ത് അന്ന് ഇവിടെ കൊല്ലുമെന്ന് പറഞ്ഞ തീവ്രവാദി അവളെ അറ്റാക്ക് ചെയ്യും. അപ്പൊ പൂവൻ വന്ന് അവളെ രക്ഷിക്കും. 27 വയസ്സ്. തീവ്രവാദിനെ കൊന്ന കാര്യം മെയിൻ വില്ലൻ അറിഞ്ഞിട്ട് ആളുടെ മൂത്ത മോൻ പോയിട്ട് ലീല ചേച്ചിയുടെ കൂട്ടുകാരിനെ പോയിട്ട് റേപ്പ് ചെയ്യും. എന്നിട്ട് ഇത് പൂവൻ അറിഞ്ഞിട്ട് ആകെ സേഡാവണ പോലെ അഭിനയിക്കാൻ നോക്കും. പക്ഷെ പറ്റില്ല, അറിയാലോ പൂവനാണ്. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. പിന്നെ ആ പെണ്ണ് ചാവും. പിന്നെ ഇവര് നിന്നങ്ങ് കരയും. പിന്നെ അത് ബ്ലർ ചെയ്ത് കാണിക്കുള്ളൂ. ഇനി അവർ കരയണ കണ്ടിട്ട് നമ്മൾ ചിരിക്കണ്ടെന്ന് വെച്ചിട്ടാന്ന് എനിക്ക് തോന്നണേ. പിന്നെ പൂവൻ കലിപ്പായിട്ട് ആ വില്ലന്റെ വീട്ടിൽ പോയിട്ട് റിവഞ്ച് ചെയ്യും. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, പിന്നെ റിവഞ്ച് ചെയ്ത സന്തോഷത്തില് പൂവൻ ലീല ചേച്ചിനെയും കൊണ്ട് ഡാൻസ് കളിക്കും. കൊക്കരക്കോ പൂവൻ കോഴി കൊക്കരക്കോ, പെണ്ണിനെ കണ്ടാൽ ഇവനൊരു പൂവൻ കോഴി, പ്രായം മറന്നൊരു പൂവൻ കോഴി, മോളുടെ പ്രായമായാലും ശരി ഡാൻസ് കളിക്കും പൂവൻ കോഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവന് ലീല ചേച്ചിയായിട്ടുള്ള കല്യാണമൊക്കെ ആവും. പിന്നെ പൂവന് പേരിട്ട് കൊടുത്ത CM കല്യാണത്തിന് വരും. എന്നിട്ട് കുറച്ച് തീവ്രവാദികളെ കല്യാണത്തിന് വന്നിട്ട് ഇവരൊക്കെ വെടിവെച്ചിടും. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതില്ല. ഇത് കണ്ട് കലിപ്പായിട്ട് പൂവൻ എഴുന്നേറ്റ് വന്നിട്ട് അല്ലാതെ എന്നിട്ട് കാണിക്കണേ, ആ വെടിവെക്കുന്നായിരുന്ന. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. പിന്നെ ആ വില്ലൻ ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് അടുത്ത CM ആവണം, എന്റെ കൈയൊന്ന് നോക്കിയാൽ ഞാൻ CM ആവോന്നൊന്ന് പറയാൻ പറയും. അപ്പൊ ആള് പറയും ഒരു വരയുടെ കുറവുണ്ടെന്ന്. അപ്പൊ എന്നെ ആളാ കൈ അങ്ങ് കീറി മുറിക്കും. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. എന്നിട്ട് ആ വില്ലൻ ആ വെടി കൊണ്ട് വീണ CMന്റെ പാർട്ടി പോയിട്ട് കണ്ട എന്റെ കൈ ഞാൻ കീറി മുറിച്ചു, എനിക്ക് CM ആവണമെന്ന് പറയും. അപ്പൊ എന്നെ ആളെങ്ങ് CM ആക്കും. എന്നെ രാജാവാക്കാൻ വേണ്ടി കള്ളോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. പിന്നെ ഈ വില്ലൻ ഒരു രണ്ടാമത്തെ ഒരു കോഴിക്കുട്ടനായിട്ടുള്ള മോനുണ്ട്. മൂപ്പര് വെറുതെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ട് പോലീസുകാരെ ഒന്ന് ചൊറിയും. അത് കാണുമ്പോൾ നമ്മുടെ പൂവൻ വന്നിട്ട് അവനങ്ങ് ഇടിച്ചു കൂട്ടിയിട്ട് അവനങ്ങ് കിഡ്നാപ്പ് ചെയ്യും. നമ്മ വിചാരിക്കും ഇനി ആ വില്ലനെ വിളിച്ചിട്ട് ഇനി പടം തീരുന്നു. ഒരിക്കലും ഇല്ല. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. പൂവന് അവിടുത്തെ ഒരു കല്യാണത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരാൾ പറയും. എന്നിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോണ സമയത്ത് രണ്ടാമത്തെ ഒരു നായികനെ കാണും. അപ്പൊ നമ്മുടെ പൂവന് ചെറിയ ക്രഷ് അടിക്കും. അല്ല, ഭാര്യനെ കൊന്നതിന് പ്രതികാരം ചെയ്യണ്ടേ പൂവാ? പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. പിന്നെ ഒരു ദിവസം ആ വീട്ടിലുള്ള ആൾക്കാർ പൂവനോട് ഡാൻസ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ എന്നെ പൂവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. എടുക്കുന്നതിന്റെ മരുന്ന് പെട്ടി, എടുക്കുന്നതിന് മരുന്ന് പെട്ടി, മരുന്ന് പെട്ടി. പിന്നെ കുറെ ദിവസമായിട്ട് മോനെ കാണാണ്ട് വില്ലൻ തീവ്രവാദികളെ വിളിച്ചിട്ട് മോനെ ഒന്ന് അന്വേഷിക്കാൻ പറയും. അല്ല, ഈ തീവ്രവാദികൾക്ക് ഇയാൾ പറയണ കേൾക്കുന്നതാണോ പണി? പിന്നെ ആ തീവ്രവാദികൾ മറ്റേ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഈ കാര്യം അറിയുമ്പോൾ പൂവൻ അവരുടെ അടുത്ത് പോയിട്ട് സറണ്ടർ ആവും. എന്നിട്ട് അവിടുത്തെ തീവ്രവാദികൾ വീഡിയോ കോൾ ചെയ്തിട്ട് പൂവനെ കാണിക്കും. അപ്പൊ അവിടുത്തെ തീവ്രവാദികളൊക്കെ വിറയ്ക്കും. എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇത് കുറച്ചോറല്ലേ. പിന്നെ പൂവൻ ടോയ്ക്കടയിൽ നിന്ന് വാങ്ങിയ തോക്കൊക്കെ വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വെടിവെച്ച് സൈഡാക്കിയിട്ട് ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കും. പിന്നെ ഈ തീവ്രവാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ തോക്കും കൊണ്ട് വരാ പൂവന്റെ വെടി കൊണ്ട് ചാവാ. തോക്ക് വെച്ചൊരു വെടി പോലും നമ്മുടെ പൂവന്റെ മേത്ത് കൊള്ളില്ല. പിന്നെ ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പൂവന്റെ പൊണ്ടാട്ടിനെ തട്ടിയ തീവ്രവാദി വന്നിട്ട് പൂവന്റെ അടുത്തേക്ക് വന്നിട്ട് കൊല്ലാനായിട്ട് പോവും. പക്ഷെ ഒരു കാര്യമില്ല, പൂവൻ ഈ സിനിമയിലെ നായകനായ കാരണം അവന്മാരൊക്കെ വെടിവെച്ച് സൈഡാക്കും. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ വില്ലന്റെ വീട്ടിൽ പോയിട്ട് അവനെയും തട്ടും. അങ്ങനെ പടം കഴിഞ്ഞു.